ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ തുണി എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തായിരിക്കും എൻ്റെ വീഡിയോ എന്ന് ഊഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് തമ്പലൈനിൽ കണ്ട പോലെ എൻ്റെ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്, ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 32 വീക്സിലെ എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കാരണം എനിക്ക് ട്വിൻസ് ബേബീസ് ആണെന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നേരത്തെ എൻ്റെ ബാഗ്സ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 32 വീക്സിൽ ഡോക്ടർ എനിക്ക് 36 വീക്കിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 36 വീക്കിലായിരുന്നു എൻ്റെ ഡെലിവറിയും. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ പാക്ക് ചെയ്യുന്നത് 32 വീക്കിലാണ്. എൻ്റെ ആദ്യത്തെ ബാഗ് പാക്കിങ് ആയതുകൊണ്ടും ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ബാഗ് പാക്കിങ് എൻ്റേതായ രീതിയിൽ ചെയ്തത്. അപ്പോൾ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരു 7 മന്ത് മുതൽ വാങ്ങിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് എല്ലാം കൂടി വാങ്ങിക്കാനായിട്ട് നമുക്ക് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മന്ത്ലി ഒരു ബഡ്ജറ്റ് വെച്ച് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഞങ്ങൾ കുറേശ്ശെ വാങ്ങിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ കൊണ്ടാണ് ബാഗ് പാക്കിങ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ ഡേയ്സിലും 2 കുഞ്ഞുങ്ങൾക്കും വേണ്ട 2 പാക്കറ്റ് വീതം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയായിരുന്നു സി സെക്ഷൻ ആയിരിക്കും എന്നെനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിലും അമ്മയ്ക്കായാലും കൂടെ നിൽക്കുന്ന ആർക്കായാലും എടുത്തു കൊടുക്കാൻ എളുപ്പത്തിൽ പറ്റണം എന്നതുള്ളത് കൊണ്ടായിരുന്നു എൻ്റെ ബാക്ക് പാക്കിങ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് സിപ്പ് ലോക്ക് കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പാക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 ടവൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബേബി ടവൽസ് എല്ലാം തന്നെ കുറച്ച് കട്ടിയുള്ള ബേബി ടവൽസ് ആയിരുന്നു. കാരണം എനിക്കറിയാം പ്രീമച്യൂർ ബേബീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല ചൂട് കിട്ടുന്ന രീതിയിലുള്ള ടവൽസ് എനിക്ക്, പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഈ ടവൽസ് കേട്ടോ. നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു. മറ്റ് ടവലിനേക്കാളും ഇതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഈ ടവലിൽ അവർ നല്ല സുഖമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടവല്, പിന്നെ ഒരു സാധാ ടവല് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 കുട്ടി ഉടുപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അതിൽ അവർക്ക് ബഫ് ചെയ്യുമ്പോഴും ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാവരും അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. കുട്ടികൾ ഫസ്റ്റ് നമ്മൾ പാല് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കവിട്ടൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ അവർക്ക് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ പൊടിയാണ് കൊടുക്കുന്നത് എങ്കിൽ അങ്ങനത്തെ പാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ കഴുത്തിലിങ്ങനെ വെക്കാനായിട്ടൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് അവർ ഫസ്റ്റ് കുളിപ്പിക്കുന്നൊന്നുമില്ല ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ 2-3 ടവൽസ് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ നാപ്കിൻ ഇത് വേണ്ട. കാരണം ഡയപ്പറാണ് കൂടുതലും യൂസ് ചെയ്യാറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ ഈ നാപ്കിൻ ചുമ്മയാണ് വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റിക്കോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതിന് ശേഷം വോയിസ് ഓവർ ചെയ്തിടാമെന്ന് വിചാരിച്ചത്. കാരണം അപ്പോഴേ ഇതിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ ഇതുപോലെ ഞാൻ ഒരു കോട്ടൺ ടവല്, ബർഫിങ് ടവല് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് മേത്തൊക്കെ ഇട്ടിട്ട് ബർഫ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കുഞ്ഞുങ്ങളെ റാപ്പ് ചെയ്യാനും ഒക്കെ ആ കോട്ടൺ ടവല് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടി നിപ്റ്റൻസും ബോട്ടിൻസും ആയിരുന്നു. അതും യൂസ്ഫുള്ളാണ്, അത് വേണം. ആദ്യത്തെ കുറച്ച് 2-3 ദിവസത്തേക്ക് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോൾ അവർക്കൊരു ഹീറ്റ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാ കവറുകളിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3 ഡേയ്സ് പാക്കിങ്ങാണ് ചെയ്തത്. 2 പേർക്കും അങ്ങനെ ഒരു 6 പാക്കിങ് വരും, 6 സിപ്പ് കവർ വരും. അതിലെല്ലാത്തിലും ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഞാൻ അല്ലാതെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ ചെറിയ ഒരു ട്രോൾ ബാഗാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അതിനെ മാറ്റി കുറച്ച് വലുതെടുക്കേണ്ടി വന്നു. കാരണം അവർക്ക് അത്രയും സാധനങ്ങൾ അതിനകത്ത് വെക്കണമായിരുന്നു. ഇതിൽ എനിക്ക് നാപ്കിൻ ഒഴിച്ച് ബാക്കി എല്ലാം യൂസ്ഫുള്ളായിരുന്നു. ഞാൻ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്ക് ഉള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ 2 ഡ്രൈ ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഡ്രൈ ഷീറ്റും ആവശ്യമായിരുന്നു. കാരണം 2 കുഞ്ഞുങ്ങളെ കിടത്തുന്നതുകൊണ്ട് 2 ഡ്രൈ ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഡ്രൈ ഷീറ്റും യൂസ്ഫുള്ളായിട്ട് വന്നു. പിന്നെ ഞാൻ ഒരു ഡ്രൈ ഷീറ്റ് തന്നെയാണ് 2 പേരും കിടത്തിയത്. കാരണം അവർ കുറച്ച് മിങ്കിളായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു പാക്കിങ്, ഒരു ദിവസത്തെ പാക്കിങ്. അപ്പോൾ അതിൽ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1, 2 3 ദിവസത്തെ നമ്പറുകൾ ഇട്ട് വെച്ച്
അങ്ങനത്തെ ഒന്നാം നമ്പറിൽ 2 പാക്കറ്റ് കാണും. 2 പേർക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് 2 പാക്കറ്റ് കാണും. അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. അതിൽ ഓരോ ടവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടവൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റോംബറാണ് ഫസ്റ്റ് 3 ദിവസത്തേക്ക് ഞാൻ റോംബറാണ് വെച്ചിരുന്നത്. അത് വളരെ യൂസ്ഫുള്ളാണ്. റോംബറാകുമ്പോൾ നല്ലതുപോലെ കിടന്നോളും. അവർക്ക് പിന്നെ നമുക്ക് തലയിൽ തൊപ്പി അത് സംഭവമൊന്നും വെക്കണ്ട. അപ്പം പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പ്രീമച്വർ ബേബീസൊക്കെ ആകുമ്പോൾ കുറച്ച് സൈസ് കുറവാണെങ്കിൽ റോംബർ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തൊപ്പി നമ്മുടെ മിറ്റൻസും ബൂട്ടൻസും തന്നെ വേണം. പിന്നെ കുറച്ച് എക്സ്ട്രാ കോട്ടൺ ടവൽസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ എക്സ്ട്രാ വെച്ചതെല്ലാം എക്സ്ട്രാ തന്നെ ആയിരുന്നു, അതൊന്നും യൂസ് ആയിട്ടില്ല. പക്ഷേ ഈ ഓരോ കവറും എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ ഒരു കവർ പുറത്തെടുത്ത് വെച്ചത്, നമ്മൾ ഈ പെട്ടിയോടെ ഫുൾ ഓപ്പൺ ചെയ്ത് എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കവർ പുറത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ കുഞ്ഞുടുപ്പുകളുണ്ടായിരുന്നു. എനിക്കിത് ഹോസ്പിറ്റലിൽ വലുതായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു നാപ്കിൻ ഞാൻ വാങ്ങിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ യൂസ്ഫുള്ളായിട്ട് ഹോസ്പിറ്റലിൽ തോന്നില്ല. കാരണം നമ്മൾ ഡയപ്പേഴ്സാണ് കൂടുതലും അവിടെ ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അത് വലുതായിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ നിപ്റ്റിൻസും കോട്ടൺസും ഒക്കെ നിപ്റ്റിൻസും ബൂട്ടിൻസൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ വെറ്റ് വൈപ്പ് യൂസ്ഫുള്ളാണ് കേട്ടോ. വെറ്റ് വൈപ്പ് വാങ്ങിക്കണം. വെറ്റ് വൈപ്സ് അല്ല വാങ്ങിക്കേണ്ടത്, വാട്ടർ വൈപ്സാണ് വാങ്ങിക്കേണ്ടത്. 99% ഉള്ള വാട്ടർ വൈപ്സ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചൂസ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു 2 പാക്കറ്റ് വേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ ഒരു പാക്കറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവരെ കുളിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്ക് അവർക്ക് മോഷനൊക്കെ പോകുമ്പോഴും നമ്മളത് വെച്ചാണല്ലോ വൈപ്പ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡയപ്പറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ഡയപ്പറിൻ്റെ പാക്കറ്റ് കിട്ടിയതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡയപ്പർ പാക്കറ്റേ വേണ്ടി വന്നോളൂ. അപ്പോൾ 2 ഡ്രൈ ഷീറ്റ്, 2 മക്കളായതുകൊണ്ട് തന്നെ 2 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് രണ്ടും എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. ഡ്രൈ ഷീറ്റ് എപ്പോഴും എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ വരുന്നത് 2 ബോട്ടിൽസ്. സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽസ് എൻ്റെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എൻ്റെ ഹോസ്പിറ്റലിൽ ഈ ബോട്ടിൽസ് വേണ്ടി വന്നിട്ടില്ല. അവർ ഗോകർണത്തിലാണല്ലേ, നമ്മളെ ഗോകർണം ഉണ്ടല്ലോ, അതിലാണ് അവർ കൂടുതലും പാല് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽസ് മേടിച്ചത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടില്ല ഇതുവരെ. ഇനിയായിരിക്കും യൂസ്ഫുൾ, എനിക്കറിയത്തില്ല. ബോട്ടിൽസ് ഞാൻ 0+ ന്യൂ ബോണിൻ്റെ ബോട്ടിൽസാണ് വാങ്ങിച്ചത്. ഇത് തന്നെ ചോദിച്ചു വാങ്ങിക്കുക, അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് യൂസ്ഫുൾ. അടുത്തത് എൻ്റെ ബാഗാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച ബാഗ്. പക്ഷേ അത് മാറ്റി എനിക്കൊരു വലിയ ബാഗാണ് എടുത്തത്. പക്ഷേ ആ ബാഗ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് എനിക്ക് ചെറിയ ബാഗിലോട്ട് മാറ്റേണ്ടി വന്നു. കാരണം എനിക്കത്രയേ ഉള്ളൂ. അപ്പം കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ആ ഒരു വലിയ ബാഗ് വേണ്ടി വന്നു കേട്ടോ. അതിലെ സാധനങ്ങൾ നിറച്ച് അത് വേണ്ടി വന്നു. അതിൻ്റെ ഒരു സൈഡ് ഞാൻ പിന്നെ പറഞ്ഞു തരാവേ. ഇതിനകത്ത് എൻ്റെ ബാഗിൽ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടവൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹെയർ വാഷ് ചെയ്യുന്നതാണല്ലോ, ഹെയർ വാഷ് നമ്മൾ 2ാമത്തെ ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യിപ്പിക്കും, അവർ കുളിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടവൽ, അതുപോലെ അന്ന് നമ്മൾ പ്രൊസീജിയറിന് പോകുന്ന സമയത്തും അവർ ടവൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുളിച്ചിട്ട് വേണം പോകാം, അപ്പോൾ ടവൽ വേണം. അപ്പോൾ ഒരു ടവൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഫീഡിങ് ബ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രത്യേകിച്ച് കവറിലാക്കിയാണ് ഞാൻ വെച്ചിരുന്നത്. പിന്നെ 2 അല്ലാതെ എക്സ്ട്രാ ടവൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ബൈസ്റ്റാൻഡറിന് യൂസ് ചെയ്യാനും പിന്നെ നമുക്ക് മേത്തൊക്കെ ഇടണമെങ്കിൽ ഇടാനും വേണ്ടിയിട്ട്. അപ്പം ഈ ഫീഡിങ് ബ്രാസ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ പാൻറ്റീസ്. അത് വലുതായിട്ട് യൂസ്ഫുൾ അല്ല. ഞാൻ നിങ്ങൾക്ക് അതിന് പകരമുള്ള സംഭവം പറഞ്ഞുതരാം കേട്ടോ, കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. പിന്നെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസാണ്. ഞാൻ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഒരു 3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും യൂസ്ഫുള്ളാണ്. നമുക്കത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ലിസ്റ്റ് തന്നപ്പോഴേ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാൻറ്റീസ് ഉണ്ട്, മെറ്റേണിറ്റി പാൻറ്റി, അതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതാണ് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. മറ്റേത് നമ്മൾ അധികം ഇപ്പോൾ സെക്ഷനൊക്കെ എങ്ങനെയാണ് എങ്കിൽ ഈ മെറ്റേണിറ്റി പാൻറ്റിയാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ മറ്റേ പാൻറ്റീസിനേക്കാളും. അപ്പോൾ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാനത് ഓർമ്മിക്കാതെ ഞാൻ ഇതാണ് എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ മെറ്റേണിറ്റി പാൻറ്റീസാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഫീഡിങ്
ഫ്രോക്ക് നൈറ്റി 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസൊക്കെയാണ്. ഞാനത് വേറൊരു കവറിൽ പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡിലായിട്ട് വെച്ചു കേട്ടോ. കാരണം അത് വേറൊരാൾക്കായാലും ഞാനല്ലെങ്കിൽ വേറൊരാൾക്കത് എടുക്കാൻ പറ്റണം, അങ്ങനെയാണ് ഞാൻ ബാക്ക് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ സിപ്പ് കവേഴ്സും വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് നമ്മൾ യൂസ് ചെയ്ത ക്ലോത്തൊക്കെ ഇടാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. സിപ്പ് കവർ കുറച്ച് നമ്മളെടുത്ത ഹോസ്പിറ്റൽ ബാഗിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും എടുക്കണം. പിന്നെ വന്നിട്ട് ഈ ബഡ്സ് അത് ഓപ്ഷണലാണ്. എനിക്ക് എപ്പോഴും ഈ ചെവിയിൽ ബഡ്സ് ഇടുന്ന ഒരു ഹാബിറ്റുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ എനിക്ക് ബഡ്സ് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ ബഡ്സ്. എനിക്ക് പക്ഷേ യൂസ്ഫുള്ളായിരുന്നു. അത് ഇങ്ങനെയുള്ള ഹാബിറ്റുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ കോട്ടൺ സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനൊരു കോട്ടൻ്റെ ഒരെണ്ണം എടുത്തിട്ട് പോയിട്ടുള്ളായിരുന്നു. പക്ഷേ 2 വേണമായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോഴോ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ കോട്ടൺ ഇത് ആവശ്യമാണ് കേട്ടോ. പിന്നെ ഞാൻ വെച്ചത് ഒരു 2 സ്ലിപ്പേഴ്സ്, അത് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ, ഹോസ്പിറ്റൽ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ്ഫുള്ളാണ്, നമ്മളെടുത്ത് വെക്കണം. വേറെ ചെരുപ്പുകൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യും, പക്ഷെ അത് നമുക്ക് കംഫർട്ട് ആവണമെന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ വെച്ചത് ഞാൻ ഒരു ബേബി സോപ്പ് വെച്ചിട്ടുണ്ട് എൻ്റെ ടോയ്ലറ്റേറ്റിൽ വെച്ചിട്ടത്. ബേബി സോപ്പ് അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു സോപ്പ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സോ എൻ്റെ ഡ്രസ്സോ ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പേസ്റ്റ്, ബ്രഷ്, ഇത്രയാണ് ഞാൻ ടോയ്ലറ്ററി ഐറ്റംസ് വെച്ചത്. പിന്നെ ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയ തൊട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ വെച്ചിരുന്നത് ഒരു പിന്ന്. പിന്നെ അടുത്തതായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ഹാൻഡ് വാഷാണ്. ഹാൻഡ് വാഷും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഹാൻഡ് വാഷ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വന്നു കോമ്പ്, അതുപോലെ 2 ബണ്ണ്, അതുപോലെ പിന്നെ ഇത്രയും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത്ര മാത്രമേ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വെച്ചത് ഡിസ്പോസിബിൾ പാൻറ്റീസാണ്. അത് ഒരു തരത്തിൽ ഫസ്റ്റ് 2 ഡേയ്സ് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ എക്സ്ട്രാ പാഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ മമ്മി പാഡ്സ് എന്നും പറഞ്ഞിട്ടുള്ള മെറ്റേണിറ്റി പാഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വലിയ യൂസ്ഫുൾ ഇല്ല. പക്ഷെ അതിനേക്കാളും നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് അതിൽ വെച്ചിട്ടുള്ള ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസ്, അതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വന്നിട്ട് ഗോകർണം ഞാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളതിൽ. ഗോകർണം നല്ല യൂസ്ഫുള്ളാണ്. ഗോകർണം 2 പേർക്ക് 2 ഗോകർണം ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഇതിൽ കുറച്ച് യൂസ്ഫുൾ അല്ലാതെ എനിക്ക് തോന്നിയത് ഈ ബോട്ടിൽ വാഷ് ചെയ്യുന്ന ബ്രഷൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ബോട്ടിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ എക്സ്ട്രാ 2 ടവൽസ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ബ്ലാങ്കറ്റായിരുന്നു, എക്സ്ട്രാ ടവലല്ല, എക്സ്ട്രാ ബ്ലാങ്കറ്റ് പോലെ. അതൊന്നും യൂസ്ഫുൾ ആയിരുന്നില്ല. എക്സ്ട്രാ വെച്ചതെല്ലാം എക്സ്ട്രാ തന്നെയായിരുന്നു, യൂസ്ഫുൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഡ്രൈ ഷീറ്റ് അത് യൂസ്ഫുള്ളാണ്. പിന്നെ വന്നിട്ട് പാമ്പേഴ്സ്, കൊച്ചിൻ്റെ പാമ്പേഴ്സ്, അതും ആവശ്യമാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചിരുന്ന പാമ്പേഴ്സ് നല്ല കാര്യമാണ്. ഇവിടെ 2 hours നമ്മൾ പാമ്പേഴ്സ് മാറ്റുന്നത് കൊണ്ട് തന്നെ വേണം. പിന്നെ പാമ്പേഴ്സിൻ്റെ റാഷസ് ക്രീം, എന്തെങ്കിലും റാഷസ് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് സെബാമെഡിൻ്റെ ക്രീമാണ് ഞാൻ വെച്ചിരുന്നത്. അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ബോട്ടിലും യൂസ്ഫുൾ അല്ലായിരുന്നു, വേണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ എടുത്ത് വെച്ചേക്കാം, ചില ഹോസ്പിറ്റലിൽ അക്സെപ്റ്റബിളാണ്. എനിക്ക് പക്ഷേ ഇവിടെ ഗോകർണം മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ട് എനിക്കത് ആവശ്യമായിട്ട് വന്നിട്ടില്ല. ബോട്ടിൽ എന്നായാലും യൂസ്ഫുള്ളാണ്, അപ്പോൾ അത് മേടിച്ച് വയ്ക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ വാട്ടർ വൈപ്സ്, അത് ആവശ്യമാണ് കേട്ടോ. വാട്ടർ വൈപ്സ് എത്ര 2 വെച്ചിരുന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ആവശ്യമായിട്ട് വന്നു. പിന്നെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഡ്രൈ ഷീറ്റ് പോലത്തെ ഷീറ്റ്.
ഈ ഒരു ഷീറ്റ് നമുക്ക് പാമ്പേഴ്സ് മാറുന്നതിന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്യാം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ബേബി ഹഗ്ഗിൻ്റെ ഒരു ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിരുന്നു. ഈ ഒരു ഡിറ്റർജൻറ്റ് നല്ലതാണ് കേട്ടോ. ഇത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വാഷ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നെയിൽ ഡ്രൈമർ, ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുഞ്ഞിന് നെയിലൊക്കെ കാണും, പക്ഷെ നമ്മൾ ഈ നിപ്റ്റിൻസ് ബൂട്ടിൻസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിപ്പോൾ വേണ്ടി വരില്ല, പിന്നീട് യൂസ് ചെയ്യാം. പക്ഷെ അത് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് പിന്നെ ഞാൻ വെച്ചിരുന്നൊരു യൂസ്ഫുള്ള് അല്ലാത്തൊരു സാധനമാണ് പൗഡർ. അതൊന്നും ആവശ്യമൊന്നുമില്ല. പൗഡർ യൂസ് ചെയ്യാൻ പറയത്തില്ല. കുറേ നാളത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പൗഡറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാനും പൗഡറൊന്നും എടുത്ത് വെച്ചിരുന്നൊക്കെ വേസ്റ്റായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബാഗ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നല്ല കട്ടിയുള്ള ടവലാണ് യൂസ് ചെയ്തതെന്ന്. ഇങ്ങനത്തെ ടവൽസ്, ഇത് സാധാ ടവലാണ്, പക്ഷേ ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഈ കട്ടിയുള്ള ടവലാണ്. കാരണം കുഞ്ഞുങ്ങൾ കുറച്ച് പ്രീമച്വർ ബേബീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ടവലാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ക്ലോത്താണ് ഞാൻ പറഞ്ഞത്, ഇതെടുത്ത് വെച്ചിരിക്കണം. ഇത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തുപ്പിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടയ്ക്കാനൊക്കെ ഇതാവും. പിന്നെ ഈ റോംബർ സെറ്റ്, ന്യൂ ബോണിൻ്റെ റോംബർ സെറ്റ് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഞാൻ വാങ്ങിച്ച സൈസ് ഒന്ന് 0+3 മന്തിൻ്റെതാണെങ്കിലും കുറച്ച് കൂടുതലായിരുന്നു സൈസ്, അവർക്ക് നല്ല വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ കെട്ടുടുപ്പുകൾ തന്നെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അത് വാങ്ങിച്ചാൽ മതി. പക്ഷേ റോംബർ കുറച്ചുകൂടി നല്ലതാണ്, പക്ഷേ എനിക്കത് കുറച്ച് യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസുകളും അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാനങ്ങോട്ട് കാറിലോട്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനൊരു 36 വീക്കിലാണ്. എനിക്ക് കോൾഡായിട്ട് ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പുറമേ വരുന്നുണ്ട്, അത് പിന്നെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.